ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേനയാണ്, അതും പേപ്പർ ഉപയോഗിച്ചിട്ട്. നമ്മളപ്പോൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുക്കാം. അതിനുശേഷം ഒരു റീഫിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ റീഫില്ലിൻ്റെ നിബ്ബ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പേപ്പറിൻ്റെ രണ്ട് എൻഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ സ്കെയിൽ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ആ പേപ്പറിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പേനയുടെ ട്യൂബ് ഇതിലേക്ക് വെച്ച് സാവധാനം പയ്യെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ചെരിച്ചാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേനയുടെ ഒരു ആകൃതി കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻഡ് പശ വെച്ച് ഒട്ടിക്കുക. പശ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് ആ എൻഡിൽ ആവശ്യമില്ലാണ്ട് നിൽക്കുന്ന ആ ഭാഗം നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലേശം പശ തേച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ പശ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മുടെ പേനയുടെ പരിപാടികൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ടോപ്പാണ്. ടോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു വൈറ്റ് കളർ പേപ്പറാണ്. നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് ബാക്കി വന്ന റെഡ് കളർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ വൈറ്റ് കളർ എടുത്തിട്ട് നമ്മൾ ടോപ്പ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പേനയമ്മ ജസ്റ്റ് ഒന്ന് വെച്ച് എന്തോരം നീട്ടത്തിലുള്ള ടോപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെന്നനുസരിച്ച് ഇങ്ങനെ വെച്ച് അതുപോലെ കുറച്ച് ലൂസിൽ റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഭാഗം പശ വെച്ച് ഒട്ടിക്കുക. പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നീട്ടത്തിനനുസരിച്ച് പേനയുടെ ഭാഗം ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാനുണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പശ വെച്ച് ഒട്ടിക്കുക. ഇവിടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മൾ നേരത്തെ ബാക്കി വന്ന റെഡ് പേപ്പറിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് മടക്കി ഇങ്ങനെ ഒരു ത്രികോണത്തിന് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പം ഈ കട്ട് ചെയ്തെടുത്ത ഈ പേപ്പർ കഷ്ണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ വൈറ്റ് ടോപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മോഡലുകളിൽ നിങ്ങൾക്കിങ്ങനെ പേന ഉണ്ടാക്കാം, പല ഡിസൈൻ ഇതിന് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ പേന ഇവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് കുറയ്ക്കാനായിട്ടുള്ള നല്ലൊരു വഴിയാണല്ലോ നമ്മളൊരു പേപ്പർ പേന ഉപയോഗിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റും. ഒരു പേപ്പറിൻ്റെ പൈസയിൽ വരണുള്ളൂ. ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.